ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പി.വി. അൻവർ. മതം, ജാതി എന്നിവ ദുരുപയോഗം ചെയ്ത് മൂന്നാമതും അധികാരത്തിൽ വരാനാണ് പിണറായി വിജയന്റെ ശ്രമം. നാടിനെ വർഗീയവത്കരിക്കാനുള്ള ശ്രമത്തെ നേരത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയതാണ്. ഇതിന് ഇടതുപക്ഷവും മുമ്പ് നിലപാട് എടുത്തിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായുള്ള പിണക്കം മാറിയെന്ന് പി.വി. അൻവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ പിണക്കം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നും പി.വി. അൻവർ വ്യക്തമാക്കി. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ എടുത്ത രാഷ്ട്രീയം പിണറായിയും ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയ നാടകം എന്നറിഞ്ഞിട്ടും സാമുദായിക നേതാക്കൾ പങ്കെടുത്തു. എന്നാൽ യഥാർത്ഥ ഭക്തർ പങ്കെടുത്തില്ല. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വർഗീയ പരാമർശം നടത്തിയ ആളാണ്. മലപ്പുറത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തി. അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ഒരു സമുദായം പെറ്റുകൂട്ടുന്നു എന്നൊക്കെയായിരുന്നു പരാമർശം. കോട്ടയത്തും സമാന പരാമർശം മറ്റൊരു സമുദായത്തിന് എതിരെ പറഞ്ഞു. ദൗത്യത്തിന്റെ അംബാസിഡറാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ കേരളത്തിൽ ഈ വർഗീയത ഏൽക്കില്ല. അത് ഇന്നലെ സംഗമം തെളിയിച്ചു. യോഗിയെ ക്ഷണിച്ചത് ആഘോഷമാക്കുകയാണ് ഇവിടെ. മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും അണിനിരത്തിയിട്ടും പരിപാടി പരാജയപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. അയ്യപ്പ സംഗമം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്നത് 500-ൽ താഴെ ആളുകൾ മാത്രമാണെന്നും അൻവർ പരിഹസിച്ചു. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡെയിലി യൂസിന് പറ്റിയതും ഫാഷനബിളുമായ 18 കാരറ്റ് ജ്വല്ലറി, അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ആൻഡ് പ്യൂർ സിൽവർ ഓർണമെന്റ്സ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരു വൈഡ് വെറൈറ്റിയാണ് ആനീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.